അതിഥി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീ ബാബു വർഗീസാണ്, ബോംബെയിൽ നിന്നും. അദ്ദേഹം റിസർച്ച് ചെയ്ത ടോപ്പിക്കാണ്. ഇതിനെപ്പറ്റി അദ്ദേഹം വളരെയധികം ബുക്സും എഴുതിയിട്ടുണ്ട്. 2025 നവംബർ 17 ഇന്ത്യൻ പ്രധാനമന്ത്രി രാംനാഥ് ഗോയങ്ക ലെക്ചർ സീരീസിൽ അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ ഫ്യൂച്ചറും തകർത്തത്. അപ്പം അദ്ദേഹം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു, തോമസ് ബാബിങ്ടൺ മാക്കേലെ, അദ്ദേഹമാണ് ഇന്ത്യയുടെ കൾച്ചറും ഈ സംഭവങ്ങളെല്ലാം തകർത്തത്. ഇതിൻ്റെ മറ്റൊരു വശമുണ്ട്. ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റി തോമസ് മാക്കേലയെ കാണുന്നത് പരിഷ്കൃത സമൂഹത്തിൻ്റെ പിതാവെന്നാണ് കാണുന്നത് ഇന്ത്യൻ ദളിത്. കാരണം അദ്ദേഹം കൊണ്ടുവന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അറിവും കൊണ്ടാണ് ഇന്ത്യയിലെ മനുസ്മൃതി, അതായത് സവർണ മേധാവിത്വത്തിനെതിരെ അദ്ദേഹം ഈ ലാംഗ്വേജ് കൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ദളിറ്റ്സിനെ, അവരെ മനുഷ്യരായിട്ട് ഇന്ത്യയാണെങ്കിലും ലോകമാണെങ്കിലും പ്രത്യേകിച്ച് ഇന്ത്യൻ ദളിറ്റ്സിനെ, ആദിവാസികളെ അംഗീകരിക്കുന്നത്. ശ്രീ ബാബു വർഗീസിനോട് ചില ചോദ്യങ്ങളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി 17 നടത്തിയ ലെക്ചർ സീരീസിൽ ഈ തോമസ് മക്കേലെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ ഉപയോഗിച്ചത്, ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്കാരം, അതായത് ഇന്ത്യയുടെ ഹെറിറ്റേജ് ആയിട്ടുള്ള ലാംഗ്വേജ്, സംസ്കാരം, അത് ഇത് ഇവിടുത്തെ എലീറ്റ് ക്ലാസ്സിന് വേണ്ടി മാത്രമാക്കി പകരം ഇന്ത്യയെ നശിപ്പിച്ചു. സാറിൻ്റെ അഭിപ്രായം എന്തുവാ? അതൊരു കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെന്റാ. അത് രണ്ട് രീതിയിൽ നാം മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം പൊടുന്നനെ ഒരു പറഞ്ഞ കാര്യമല്ല. 1800 അദ്ദേഹം ജനിക്കുന്നത് 1835 ഈ പ്രസ്താവന ചെയ്യുന്നത്. ദീർഘമായ പഠനത്തിന് ശേഷം, അദ്ദേഹത്തിന് മുമ്പ് തന്നെ മറ്റ് പലരും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ്. ഉദാഹരണത്തിന് ഇവിടെ പോർച്ചുഗീസുകാർ വന്നു 1560 സ്കൂൾ തുടങ്ങി. 1600 ഡച്ചുകാർ വന്നു. 1670 ഫ്രഞ്ചുകാർ വന്നു. 1700 ഡാനിഷ് വന്നു. ഇംഗ്ലീഷുകാർ 1600 വന്നു. പിന്നീട് 1800 ഭരണം ഏറ്റെടുക്കുന്നു. ഇവരെല്ലാം ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, പെട്ടെന്നൊരു വ്യത്യാസം അല്ല വന്നത്. ഈ മക്കോളെ ജനിക്കുന്നതിന് മുമ്പ് 1284 ഞാൻ പറയട്ടെ, ബ്രിട്ടീഷ് പാർലമെന്റിലെ 5-6 കാഫാൻ സെക്റ്റിലെ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ MP-മാരുണ്ടായിരുന്നു. അവര് എഡ്മണ്ട് ബർക്ക്, വില്യം വിൽബർഫോഴ്സ്, ചാൾസ് ഗ്രാൻഡ്, ട്രെവലിയൻ ഹാദിയായ ആൾക്കാരാണ് മക്കോളെ പിന്നീട് വന്നത്. ഇവരെല്ലാവരും കൂടെ ഇന്ത്യയെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നന്മയും തുല്യതയും നൽകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന് പ്രഖ്യാപിക്കുകയും ഇന്ത്യൻ എഡ്യൂക്കേഷൻ അങ്ങനെ ആകണമെന്ന് അവരാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ 1892 ഞാൻ ഒരു ചാൾസ് ഗ്രാൻഡ് ടെസ്റ്റ് മക്കോളെ ഒക്കെ പിന്നെയാ വന്നത്. അദ്ദേഹം 1792 അദ്ദേഹം പറഞ്ഞ വായിക്കുന്നു, The true cure of backwardness is the introduction of light. The Indians are because they are ignorant. He put forth suggestions related to the improvement of conditions of the Indian masses through the use of English as the medium of instruction, science, machinery and steam power to fight off ignorance and superstition. ഒരു മിനിറ്റ് ഇന്റർവ്യൂ ചെയ്യുക. ഇന്ത്യയുടെ ഇവർ പറയുന്ന ഇന്ത്യൻ ഭയങ്കര സംസ്കാരം പറയുന്നു. ഈ 500 വർഷം അല്ലെങ്കിൽ 60 ഏത് ഭാഷയാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ഇത് പറയുന്നവരോട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഏത് ഭാഷ അങ്ങനെ ഒരു ഭാഷ ഇല്ലല്ലോ സാർ. അതാ ഞാൻ ചോദിക്കും. കാരണം ഞാനും വായിച്ചിട്ട് അവിടെ ഒന്നും ഭാഷയില്ലല്ലോ ഇന്ത്യക്ക്. എനിക്ക് ഏത് ഭാഷയാണ് ഉണ്ടായിരുന്നത്? സാറ് 1962 സെഞ്ചുറി അനുസരിച്ച് 1652 ഭാഷ ഉണ്ടായിട്ട് ടീച്ചേഴ്സ് നമ്മുടെ ഉണ്ട്. അതിലേതായിരുന്നു ഭാഷ ഉണ്ടായത്? അവർ ഈ പറയുന്ന എന്താണ് ഇന്ത്യൻ ഭാഷയുടെ സംസ്കാരം 5000 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇത് ബേസിക്കലി നോൺസെൻസ് ആണോ അല്ലയോ? ഇതൊരു തട്ടിപ്പാ സാറ്. ഈ മനുഷ്യനെ ഭോഷന്മാരാക്കുക. ഇന്ന് ഇന്ത്യക്കാരെല്ലാം ഭോഷന്മാരാണോ? ഈ ഡിജിറ്റൽ യുഗത്തിൽ ഭോഷന്മാരാകുക. നമുക്ക് ചരിത്രം അറിയാം. സംസ്കൃതം ആരാ മുൻപത്തത്? സംസ്കൃതം എവിടെ ഉണ്ടായിരുന്നു? എത്ര പേര്? അപ്പർ കാസ്റ്റിന്റെ ഹെജിമണി ആയിരുന്നു സംസ്കൃതം. അതെ, അപ്പർ കാസ്റ്റ് അവരുടെ സ്ത്രീകളെ പോലും സംസ്കൃതം ഉപയോഗിക്കാൻ സംഭവിച്ചില്ല. ദേവഭാഷ എന്ന് പറയുന്നു. അതുമാത്രമല്ല, ലോവർ കാസ്റ്റ് ആരെങ്കിലും ഇത് പറഞ്ഞാൽ നാക്ക് പിഴണം, കേട്ടാൽ ചേക്കരിച്ചു കുളിക്കണം. എന്നാൽ ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞു,
ഇത് വായിപ്പിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കി ചെയ്ത് അനുഗ്രഹിക്കപ്പെടും. ഒരു വശത്ത് സംസ്കൃതം പഠിച്ചാൽ അവനെ ഉപദ്രവിക്കുന്നു, അവനെ കൊല്ലണം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതാ ബൈബിൾ പ്രവർത്തകർ എന്ന് പറയുന്നു ഇല്ല അനുഗ്രഹമാണെന്ന്. അങ്ങനെയാണ് ഒരു ഭാഷകൾ ഡെവലപ്പ് ചെയ്തത്. അല്ല, ഞാൻ സാറിനോട് വീണ്ടും ഒരു കാര്യം ചോദിക്കാം. ഇതേപോലെ തന്നെ ആയിരുന്നില്ലയോ ബൈബിൾ ആദ്യം വായിക്കരുത് തന്നെയല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്, ലാറ്റിൻ ഭാഷയിലായിരിക്കണം. ഇത് ഈ പറയുന്ന ബൈബിളിലും ഉണ്ടായിരുന്നില്ലേ? അത് തെറ്റ്. ബൈബിളിലായിരുന്നു. ബൈബിളിനെ ഉപയോഗിച്ച് ഉപകരണമാക്കി ജനത്തെ അടിമകളാക്കിയ ഒരു സംവിധാനമായിരുന്നത്. തെറ്റാ കാണിച്ചത്. 1962 വരെ കത്തോലിക്കരെ രണ്ടാം സിനോദോസ് വരെ ബൈബിൾ വായിക്കാൻ അനുവദിച്ചിരുന്നില്ല സാർ. 1500-കളിലെ മാർട്ടിൻ ലൂതറിന്റെ ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിളിന്റെ വിവർത്തനത്തോടു കൂടിയാണ് സാറേ ഈ വിവർത്തനങ്ങൾ ആരംഭിച്ചത്. ബേസിക്കലി ജോൺ വൈക്ലിഫ് അല്ലേ ബൈബിൾ ഇംഗ്ലീഷോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ചിന്തയിലും അവരെല്ലാം മിഷ് എല്ലാവരും ഉണ്ട്. 1612 1611 കിങ് ജെയിംസ് വേർഷൻ അവരെ 60 പേര് ചേർന്നു. അതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അല്ല, അതിനു മുമ്പ് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. ബൈബിൾ വേറെ ആരും വായിക്കരുത്, അത് ഹോളിയാണ്. അത് കത്തോലിക്ക സഭയാ സാറേ. ഓർഗനൈസ്ഡ് കത്തോലിക്ക സഭയാണ് പറയുന്നത്. അല്ലാതെ അന്ന് മുതലേ ബൈബിൾ വായിക്കുന്നുണ്ട്, വിവർത്തനം നടക്കുന്നുണ്ടല്ലോ, ധാരാളം ഭാഷകളിൽ വിവർത്തനം ഉണ്ടല്ലോ. അല്ല ഞാൻ യൂറോപ്പിലും പലയിടത്തും പോയി കഴിഞ്ഞപ്പോൾ പണ്ടത്തെ കാലത്ത് ബൈബിൾ വായിക്കുന്നത് ചർച്ചിൻ്റെ അകത്തൊരു ക്ലർജി മാത്രമാണ്, മറ്റുള്ളവരും ബൈബിൾ വായിക്കരുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സംഭവം. അതെ, നിർഭാഗ്യം സാർ. അത് ബൈബിളിന്റെ പഠിപ്പിക്കുന്നതിലാണ്. ഓക്കെ, നമ്മൾ നേരെ ഇന്ത്യയിലോട്ട് വരാം. അതായത് നമ്മൾ പല മതം എടുക്കുവാണെങ്കിൽ ഇതിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നതെന്ന് സത്യമാണ്. ആ കാര്യം നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതെ, തിരിച്ച് നമുക്ക് ഇന്ത്യയിലോട്ട് വരാം. എന്ത് കുന്തമാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ഇന്ത്യക്ക് കിട്ടിയത്? എന്റെ ചോദ്യമാണ്. ഞാൻ സംസ്കാരം ആർക്കെങ്കിലും ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാൻ ഒക്കോ? സംസ്കാരം എന്താ സംസ്കാരം എന്ന്? അങ്ങനെ ഇന്ത്യക്ക് പൊതുവായ സംസ്കാരമില്ല സാറേ. 570-ലധികം നാട്ടുരാജ്യങ്ങളിൽ എവിടെ സംസ്കാരമാണ്? ഈ ബ്രിട്ടീഷുകാരും വരുന്നപ്പോൾ ഞാൻ ബ്രിട്ടീഷുകാരനെ ചെരുപ്പ് വയ്ക്കുന്നില്ല. എന്നാൽ ബ്രിട്ടീഷുകാരും വരുന്നവർ 1940 ഇന്ത്യ ഇല്ലല്ലോ. 570 നാട്ടുരാജ്യങ്ങൾ അവരവരുടെ തോന്നിവാസം കാണിച്ചു, അടിമകളാക്കി, അപ്പർ കാസ്റ്റിന്റെയും ഫ്യൂഡലിസ്റ്റിക് കിങ്സിന്റെയും ഒക്കെ അല്ലേ. ഇവിടെ എന്തോ സംസ്കാരമായിരുന്നു സാറേ ഉണ്ടായിരുന്നത്? ഇവിടെ തുല്യതയുണ്ടായിരുന്നു സാറേ. ഇവിടെ മനുഷ്യനെ തിന്നുന്ന മനുഷ്യനുണ്ടായിരുന്ന സ്ഥലമുണ്ട്. ആയിരുന്നോ? അതെ, ഓഫീസിലുണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലായിരുന്നല്ലോ. അതല്ലായിരുന്നു ബേസിക്കലി ഇന്ത്യയുടെ ആ പഴയ കാലം പറയുമ്പോൾ അതല്ലേ യഥാർത്ഥ സത്യം. അതെ, അടിമത്വം, അക്രമം, ഇതൊക്കെയായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം. അവിടെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാരാണോ അല്ലയോ? തീർച്ചയായിട്ടും സാറേ. അതാ നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോകണം. 1500-കളിലെ നവോത്ഥാനവും നവീകരണവും, റെനസൻസ്, റിഫർമേഷൻ, അതോടുകൂടി 3-4 കാര്യങ്ങളാണ് വന്നത് സാറേ. ഒന്നാമത് മനുഷ്യൻ, ഹ്യൂമാനിറ്റി, ഡിഗ്നിറ്റി, നാഷണാലിറ്റി, സയൻസ്, ഇതാണ് റിഫർമേഷൻ മൂലം ഉണ്ടായത്. ഇന്ന് നാം ആധുനിക ലോകത്ത് കാണുന്ന എല്ലാ ആധുനികതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ റിനൈസാൻസും റിഫർമേഷനുമാണ്. അതിന്റെ അടിയിലുള്ളത് ബൈബിൾ ട്രാൻസ്ലേഷനാണ്, ഭാഷകളുടെ വികാസനം. അതിന്റെ മാസ് എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷൻ. അടുത്ത ചോദ്യം. ഈ ആദ്യം നേരത്തെ ഹിന്ദി ഇന്ത്യ മുഴുവൻ ഉണ്ടാക്കുന്നത് ബാക്ക്ലാഷായി, ബാക്ക്ഫയർ ചെയ്തു. തമിഴ്നാട്ടിലുണ്ടായി, സാധാരണ മഹാരാഷ്ട്രയിലുണ്ടായി, കർണാടകയിലുണ്ടായി. ഇതിനുശേഷം ഇംഗ്ലീഷിനെതിരെ ഡെലിബറേറ്റ് ആയിട്ട് ഇവർ ഈ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ബേസിക് സത്യങ്ങളുണ്ടോ ഇല്ലയോ? അതെ, ഇത് വെറും രാഷ്ട്രീയമല്ലേ, ഇത് രാഷ്ട്രീയക്കരിയല്ലേ, ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പല്ലേ. ഇത് വാസ്തവത്തിൽ ഇവിടുത്തെ ശരി ഉത്സവം ഞാൻ വെല്ലുവിളിക്കാണ്. നിങ്ങൾ ഇതിനായിട്ട് അടകാടണം. നിങ്ങളെ ഇന്ന് വടികൊള്ളാക്കി ഇംഗ്ലീഷ് പഠിപ്പിക്കാതെ നേതാക്കന്മാർ മാത്രം ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവരുടെ മക്കളെ ലോകമെന്ന് എത്തിച്ച് നിങ്ങളെ എന്നും വോട്ടുകുത്തികളാക്കി മാറ്റുന്ന ഒരു വലിയ കുൽസിത ശ്രമമാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആദിവാസികളും എഴുത്തേക്കണം, സടകുടഞ്ഞ് എഴുത്തേക്കണം. ഇതിനെതിരായിട്ട് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം, ലോകോത്തര സിറ്റിസൻസ് ആയിട്ട് മാറണം, നമ്മുടെ മാതൃഭാഷ ഡെവലപ്പ് ചെയ്യണം സാറേ. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം പറയാം. കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിലുണ്ടായിരുന്നു സാറേ. 3 ആദിവാസി ഭാഷ, ഒറീസയിലുള്ളതും ലോകത്തിലുള്ള 3 ആദിവാസി ഭാഷകൾക്ക് പുതിയ ലിപി നൽകി പുസ്തകങ്ങൾ ആദ്യത്തെ പ്രോസ് കൊടുത്തു സാറേ. ഇന്ന് 155 ഭാഷകൾക്ക് പ്രാദേശിക ഭാഷകളിൽ മതത്തനുസരിച്ച് ഡെവലപ്മെന്റ് നടക്കുക സാറേ. ഇന്ന് എന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്ന് അതെ, അപ്പം നമ്മൾ അതിലോട്ട് വരാം.
ബേസിക്കലി ഇവർ ഈ പറയുന്ന പഴയകാല ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് ബന്ധമില്ല, അത് മൃഗത്തിന് തുല്യമായിരുന്നു. സത്യമാണോ അല്ലേ? അതെ, കേരളത്തിൽ സാറേ മല്ലപ്പള്ളിയിൽ ഒരു 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 കാളയെ ഒരു മനുഷ്യനും കൂടെ ഒന്നിച്ച് പൂട്ടിയ കഥ ശ്രീധരമേനോനൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അച്ഛനും നമുക്കറിയാമല്ലോ. ഒരു കാളയും ഒരു വശത്ത് കാള, മറ്റേ വശത്ത് ഒരു മനുഷ്യരോട് ഒന്നിച്ച് മുഖം വെച്ച് പൂട്ടിയ ഇതായിരുന്നു കേരളം. എന്തിനാ വെളിയിലോട്ട് പോകുന്നത്? നമ്മുടെ കേരളത്തിലേക്ക് പോലെ ഇതുപോലെ അടിമത്തം ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. അത് എന്ത് സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നേ? വസ്ത്രം ഇടാൻ അനുവദിക്കുവോ? കോരന് കഞ്ഞി കൂപ്പിളിൽ നിന്ന് കത്തില്ലയോ? കുഴി കുഴിച്ചതിൻ്റെ എല്ലാം കൊടുക്കുന്നത്. ഒരു വശത്തോട് നടക്കാനും പാടില്ല പാടില്ല പാടില്ല. ഒരു നിശ്ചല സമൂഹമല്ല അത് സാറേ. ആരാ അതിനെ ചാലക സംഭവമാക്കിയേ? ഞാൻ പറയുന്നത് മക്കോളി ഉള്ളതുകൊണ്ട് ഇന്ന് ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് വെസ്റ്റേൺ സിവിലൈസേഷൻ ആധുനികർ വന്നു. ഇന്ന് മോദി സാഹിബിന് ലോകം മൊത്തം കറയുവാനുള്ള ഏക കാരണം മക്കോളയുടെ സിദ്ധാന്തമാണ്. ഭാരതത്തിന് ആധുനികത നൽകണമെന്നുള്ള അശ്രാന്ത പരിശ്രമമാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നും ഒരു ഡാർക്ക് കോണ്ടിനെന്റ് ആകുമായിരുന്നു എന്ന കാര്യം സത്യമാണ്. 100% ഞാൻ ശ്രദ്ധിക്കുക. അതിന് വ്യക്തമായ എന്റെ ഗവേഷണം മൊത്തം അതാ. ഭാഷകൾ വികസിപ്പിച്ചു. രാമർ നന്ദി. ഇന്ത്യയുടെ ആധുനിക ഭാരതം സൃഷ്ടിച്ചതാരാ? ബൈബിൾ പ്രവൃത്തി. ഞാൻ പറയും മക്കോളെ വിട്. ഇത് മക്കോളയുടെ അനുവാദമില്ലാതെ ഇവിടെ വന്ന് ക്രൈസ്തവ മിഷന്മാരാ. ഇതിന് പകരം അതിൽ നിന്ന് ക്രൈസ്തവ മിഷന്മാരെ ഇത് കൊല്ലുമല്ലേ? ഇന്ന് ബൈബിൾ കത്തിക്കും. ബൈബിളാണ് ഞാൻ വീണ്ടും സാറിനോട് എനിക്കും പറയുന്നത്. ബൈബിൾ പ്രവർത്തനമാണ് ആധുനിക ഭാരതത്തെ സൃഷ്ടിച്ചത്. ഞാൻ എല്ലാ ഐറ്റംസും പറയാം. അതെ, ഈ ഭാഷ ഇംഗ്ലീഷ് ഭാഷ അത് മാത്രമല്ല. എന്തിനാ ഇംഗ്ലീഷ് പാഠ്യമുള്ള ഭാഷയ്ക്ക് വേണ്ടി ക്രിസ്ത്യ കൊന്നത്? ഇംഗ്ലീഷ് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് അല്ലേ സാറേ? വാതായനമല്ലേ? നമ്മുടെ ഇന്ത്യക്കാര് ഇന്ന് സാർ പറ കാശ്മീരൊക്കെ അമേരിക്ക ചെന്ന് പിടിച്ചുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ന്യൂജേഴ്സിയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഗുജറാത്തികൾ സംസാരിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അത് മോദിക്കും അമിത്ഷായ്ക്കും ഇംഗ്ലീഷ് അറിയാത്ത അതോ പ്രശ്നം അല്ല സാർ. ഇത് രാഷ്ട്രീയ തട്ടിപ്പേന്നേ ഉള്ളൂ. ഇത് സാറേ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യാനികളെ കൂടി തുടച്ചു മാറ്റണമെന്നുള്ളത് 100 വർഷം ഉള്ള തീരുമാനമാണ്. അവരാണ് ഇവിടെ ബൈബിളും ഇംഗ്ലീഷും കൊണ്ടിരുന്നത്. അതിവിടെ പറയാൻ പാടില്ല. എല്ലാ ദിവസവും ബൈബിൾ പ്രവർത്തകരെ, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നവരെ, അല്ലെങ്കിൽ സമൂഹ പരിവർത്തനം വരച്ചുകൂടെ തുടച്ചു മാത്രമുള്ള ഒരു ശ്രമമാണ്. എന്തിനാ? കൺസോളിഡേറ്റ് ദെയർ വോട്ട് ബാക്ക്. ഇത് അവസാനിപ്പിച്ച മതിയാവും. 1000-ലധികം ബൈബിൾ പ്രവർത്തകരെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്ന ജയിലിലിട്ടിരിക്കുക. ഇതൊന്ന് നിർത്തണം. ബേസിക്കലി ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ബൈബിളുമാണ് ഇന്ത്യക്ക് മാറ്റം കൊണ്ടുവന്നത് എന്ന കാര്യം ഇവർക്ക് റാപ്പ് ചെയ്യണം. ഇത് അകത്തോട്ട് പോകണം. അതല്ലേ ഇവരുടെ ഉദ്ദേശം, ലക്ഷ്യം. അത് മാത്രമാണ് ലക്ഷ്യം. വി ആർ എംപവറിംഗ് ദോസ് പീപ്പിൾ. അവരെ ശാക്തീകരിക്കുന്നു. ഞാൻ ചോദിച്ചത്തെ, ഇത് പറ്റുമ്പോൾ ഒരൊറ്റ ഈ മത്തോലരെ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പേ ഒരൊറ്റ സ്ത്രീ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ സാറേ? ഒരു ദളിതന് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ സാറേ? ഇതിനൊരു മറുപടി എനിക്ക് മോദിജിയോട് ഞാൻ ചോദിക്കുക. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു? ഏത് പുസ്തകം ഉണ്ടായിരുന്നു? ഏത് ഗ്രാമർ പുസ്തകം ഉണ്ടായിരുന്നു? ഏത് പ്രിന്റിംഗ് പുസ്തകം ഉണ്ടായിരുന്നു? 1822 സൂറത്തിൽ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് മിഷണറിമാർ തുടങ്ങുന്നത്. 1556 ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഗോവയിൽ കൊണ്ടുവരുന്നത്. ആദ്യത്തെ പത്രം കൊണ്ടുവരുന്നത് 1818 ബില്യൺ ഗെയിനാണല്ലോ. ഇത് ലിസ്റ്റ് ഞാൻ പല പ്രാവശ്യം പറയാം. ഇത് ആവർത്തനം മനസ്സിലാകാം. ഇത് പിന്നെ പറഞ്ഞിട്ട് മോദിക്ക് എന്താ മനസ്സിലാകാത്തത്? ഇതാണ് ഞങ്ങളെ കൊല്ലുന്നത്. ഇത് അവസാനിപ്പിച്ചേ മതിയാവോ? ഇവിടുത്തെ ഹിന്ദുക്കളോട് ഞാൻ അവസാനിപ്പിക്കാതെ, ഹിന്ദുക്കളെ നിങ്ങളുടെ ഹിന്ദുത്വം അല്ല ഹിന്ദുയിസം ഇന്ത്യയെ ഹിന്ദുത്വ ഇന്ത്യയെ തകർക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന എല്ലാ ആധുനിക ക്ഷേമത്തെ ആധുനിക സൗകര്യങ്ങളെ കച്ചുടച്ച് ഇന്നും അടിമണാക്കാരോട് ഉൾസില ശ്രമമാണ്. ഇതിനെതിരായിട്ട് ഹൈന്ദവ സേവന്മാർ സാടകോട് ജയിലിലേക്ക് പ്രതിയാവൂ. പറഞ്ഞല്ലോ, ജനാധി ഇന്നലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലായിരുന്നു. എവിടെ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ബൈബിൾ കൊണ്ട് നടന്നാക്കുന്ന അറസ്റ്റ് ചെയ്ത് അകത്തിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഇവിടെ ഛത്തീസ്ഗഡിലെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവന്റെ വീട് മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞു. 2-3 കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് അതെല്ലാം അവരെ ബുൾഡോസിനോട് മാറ്റി. ആദിവാസികളെ ശാക്തീകരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അതാണ് പാരമ്പര്യപ്പെട്ടതാണ്. മോദി മാത്രമല്ല, വാസ്തവത്തിൽ ഛത്തീസ്ഗഡ് തുടങ്ങിയത് കോൺഗ്രസ് ഗവൺമെന്റ്. അതെനിക്കറിയാം. കോൺഗ്രസ് ആണ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹമാണ് തുടങ്ങിയത്. അപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് 6 ആന്റി കൺവെൻഷൻ കൊണ്ടുവന്നത്. ഇവിടെ 7 സ്ഥലത്ത് പിന്നീട് ഇവരാണ് കൊണ്ടുവന്നത്, മൂർച്ഛിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഒരു സർക്കാർ ഞങ്ങൾക്ക് സപ്പോർട്ട് വേണ്ട, ഞങ്ങൾക്ക് സർക്കാർ സപ്പോർട്ട് വേണ്ട. ഞങ്ങളെ കൊല്ലാതിരുന്നാൽ മതി. 175 പേര് ആണിട്ട് ഭാഷ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹ പരിവർത്തനത്താണ് മക്കോളെ ചെയ്തത്. തെറ്റല്ല സാറേ.
മക്കോളെ ഇവിടെ വലിയൊരു ആധുനിക യുഗത്തിന് തിരികൊളിക്കാൻ ചെയ്തത്. അപ്പൊ ഈ ബേസിക്കലി ഇന്ത്യൻ ആദിവാസിയും ദളിത് കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത് ഇവിടെ ഭരിക്കുന്നവർക്ക് താല്പര്യമില്ല. അതല്ലേ യഥാർത്ഥ കാര്യം. അതാണ് യഥാർത്ഥ കാരണം. അതിന് എഴുന്നേൽക്കേണ്ടത് ഇന്നത്തെ SC ST ആദിവാസി ഗോത്രവർഗങ്ങളെല്ലാം ഒന്നിച്ചു നിർത്തണം. ഊതി കൊടക്കിയിൽ വന്നിട്ട് ഈ അസംബന്ധത്തെ അവസാനിപ്പിക്കണം, ചോദ്യം ചെയ്യണം. ഭരണഘടനയ്ക്കുള്ളിൽ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനും സമത്വവും സഹോദരനും സാമത്തിനും ഉരുപിടിക്കാനുള്ള അന്തരീക്ഷം ഇവിടെ സംജാതമാകേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഐക്യ ഭാരതത്തിന് കടക്ക് കത്തുവെക്കുകയാണ് ഇന്ന് മോദി കൂട്ടരും ചെയ്യുന്നത്. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. വെറുതെ പറയുന്നത് എവിടെ കോണിയല്ലോ സാറ് വായിച്ചിട്ട് എവിടെ സമത്വം? ഞാനിപ്പോൾ ഇംഗ്ലീഷ് വായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് വേണം ചെയ്യാൻ. ഞാൻ എൻ്റെ തീരുമാനം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആരാ സാറേ? മജിസ്ട്രേറ്റ് ആണോ? പോലീസാണ്? ഇത് പോലീസ് നരവേട്ട നടക്കിയാണ് ക്രൈസ്തവർക്കെതിരായിട്ട്. ഈ മക്കോളെ തെറ്റല്ല ചെയ്തു. മക്കോളെ ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് ഇറ്റിയായി. ഇന്ന് എത്രയോ ലക്ഷങ്ങൾ. ഞാൻ ഗുജറാത്തി സ്നേഹിതരോട് ചോദിക്കട്ടെ, ബിസിനസ്സുകാർ ചോദിക്കട്ടെ, ലോകമെങ്ങും ഇന്ത്യ ഏഷ്യാത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നുകൂടാ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല, മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷ ഇവിടെ കൊണ്ടുവരുന്നത് സാറേ അവർക്കെല്ലായിരുന്നു താല്പര്യം. ആംഗ്ലിസിസ്റ്റ് ഉണ്ടായിരുന്നു, ഓറിയന്റലിസ്റ്റ് ഉണ്ടായിരുന്നു, സാൻസ്ക്രിറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ വെർണാക്കുലറിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരുന്ന ഒരു കുറച്ചു കൂട്ടരെ പറഞ്ഞുള്ളൂ. സാൻസ്ക്രിറ്റിസ്റ്റ് പറഞ്ഞു സാൻസ്ക്രിറ്റ് മതിയെന്ന്. എന്നാൽ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് വില്യം കേറ്റി, ജോഷോ മാഷ്മാൻ, വില്യപ്പാട് ആദ്യമായവരാണ് സാറേ ആദ്യമായിട്ട് ഈ ലോക്കൽ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുകയും 42 ഭാഷകൾ സലാംപൂർ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. സലാംപൂർ ബിഷപ്പില്ലേ ഇതുപോലെ ഇന്നും സാറേ ഇന്നും ഞാൻ പറയുന്നത് അമിത്ഷാ പറഞ്ഞല്ലോ ലോക്കൽ ലാംഗ്വേജ് കൂടെ 155 ലാംഗ്വേജസ് ഇന്ത്യയിലെ കാടുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ അവർക്കൊരു ലീവ് നൽകി 139 ഭാഷാ ഗോത്രങ്ങളെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക സാറേ. അത് വേണ്ട അതാ പറയുന്നത്. അവരെ ശാക്തീകരിക്കണ്ട, സ്ത്രീകളെ ശാക്തീകരിക്കണ്ട. പാവൻ കുമ്പിളി കഞ്ഞിൽ അവനവിടെ കിടന്നോട്ടെ. അതിൽ ഇത്ര രാഷ്ട്രീയക്കാർ പറയും. അതായത് സിമ്പിളായിട്ട് പറയാം, ചിന്തിക്കാനുള്ള സമയം ആർക്കും കൊടുക്കരുത്. ലാംഗ്വേജും അത് ഇത് തന്നെയാണ് ഉദ്ദേശ ലക്ഷ്യം. പണ്ടുണ്ടായിരുന്ന സംഭവം അത് കുത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നു. അതായത് ജനങ്ങൾ നന്നാകരുത്. പാവം പിടിച്ചവൻ, അതായത് ദളിതും ആദിവാസികളും പഴയതുപോലെ തന്നെ ജീവിക്കണം. അവൻ മനസ്പൃതിയുമായിട്ട് മൃഗത്തെ പോലെ ജീവിക്കണം. അത് തന്നെയാണ് ഉദ്ദേശ ലക്ഷ്യം. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് കോൺവെർസേഷൻ. താങ്ക് യു.